വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ വീണ്ടും നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അപ്പോൾ അതിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ളതാണ്. ദ കാപ്പിലറി റൈസ് ഇൻ എ 3 mm ട്യൂബ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് 15 mm ഈസ് അനദർ ട്യൂബ് ഓഫ് ഡയമീറ്റർ 4 mm ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ സെയിം ലിക്വിഡ്. ദ കാപ്പിലറി റൈസ് വുഡ് ബി. എത്രയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്ന കാപ്പിലറി റൈസ് കണ്ടുപിടിക്കാനാണ്. ഇനി ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? കാപ്പിലറി റൈസിൻ്റെ 3 mm ട്യൂബ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് 15 mm. അപ്പോൾ D1 ആണ്, ഡയമീറ്റർ ആണ് 3 mm തന്നേക്കുന്നത്. അത് ഇമേഴ്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഉള്ള റൈസ് എന്ന് പറയുന്നത് H1 15 mm എന്ന് തന്നിട്ടുണ്ട്. മറ്റൊരു ട്യൂബും ഇതുപോലെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡയമീറ്റർ 4 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ D2 ആയിട്ട് എടുത്തു. പക്ഷേ അതിനെ ഇമേഴ്സ് ചെയ്ത ആ കാപ്പിലറി റൈസ് എത്രയെന്ന് അറിയില്ല. അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റാസ് എല്ലാം അതുപോലെ തന്നെ എടുത്തെഴുതുക. കാരണം ഡീറ്റെയിൽസ് എല്ലാം എഴുതിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ H1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ D1 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 2 തന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസിൽ H2 ഇല്ല, D2 തന്നിട്ടുണ്ട്. D2 എത്രയാണ് തന്നേക്കുന്നത്? 4 mm. ഇനി അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ഇതിൻ്റെ റൈസ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. H1/H2 = D2/D1 ചെയ്താൽ മതിയാവും. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? H2 അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? H1/D2 × D1 = H2 ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടത്തില്ലേ? H1 15 ആണ്, D2 4 ആണ്, × 3 എത്ര കിട്ടും? നമുക്ക് ആൻസർ 11.25 mm എന്നാണ് കിട്ടുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമലി എങ്ങനെയായിരിക്കും? ആ ഹെഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ടു ഡയമീറ്റർ ആണ് വരുന്നത്. ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ fluid of a viscous fluid with mu is equal to 0.1 Newton/second/meter² has a velocity distribution given by u is equal to 0.90 y minus y². The shear stress at y is equal to 0.45 meter. അപ്പോൾ ഇതിൽ എത്രയാണ് വാല്യൂ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കവിടെ വിസ്കസ് ഫ്ലൂയിഡിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, വിസ്കസ് ഫ്ലൂയിഡിൽ മ്യൂ എന്ന് പറയുന്നത് 1.0 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.0 Newton/second/meter² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ എന്താണെന്ന് അറിയാമല്ലോ, വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. അതിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും തന്നിട്ടുണ്ട്. u is equal to 0.90 y minus y². വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് തന്നേക്കുന്നത്. അവിടുത്തെ ഷിയർ സ്ട്രെസ്സ് y is equal to 0.45 meter വരുമ്പോൾ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എപ്പോൾ? 0.45 meter y വരുന്ന സമയത്ത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിസ്കോസിറ്റി പറഞ്ഞ സമയത്ത് ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു du/dy. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് y ആണ്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന u ആണ്. y എന്നല്ല, u ആണ്. u ആണ് നമുക്ക് 0.90 y minus y² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഫോമിലോട്ട് വേണം? du/dyയുടെ ഫോമിലോട്ട് വേണ്ടേ? അപ്പോൾ du/dy is equal to 0.90 × y എങ്ങനെ വരും? 1. y0 എന്ന് പറയുന്നത് 2y ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 0.9 - 2y ആണ് du/dy എന്ന് പറയുന്നത്. ഇനി നമ്മളെടുത്ത് പറഞ്ഞത് yക്ക് 0.45 meter ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷിയർ സ്ട്രെസ് എത്രയാണെന്നാണ്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. yക്ക് എത്രയാണ് വരുന്നത്? 0.45. നമുക്ക് ആൻസർ എത്ര വരും? 0.9 - 0.9, ആൻസർ 0. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട്, എയ്ക്കും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഷിയർ സ്ട്രെസ് ടോ shear rate du/dy relationship of a material is plotted with tau on the y-axis and du/dy on the x-axis. The behavior of an ideal fluid is exhibited by. ശ്രദ്ധിക്കുക, ഐഡിയൽ ഫ്ലൂയിഡ് എക്സിബിറ്റ് ചെയ്യുന്നത് എവിടെ? ആ ഒരു ബിഹേവിയർ എവിടെയാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു ദ എക്സ് ആക്സിസ് ആണോ? ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണോ? പോസിറ്റീവ് വൈ ആക്സിസ് ആണോ? കർവ്ഡ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്.
ഇതും ആ ഒരു ന്യൂട്ടൺസ് വിസ്കോസിറ്റി ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫ്ലൂയിഡ് എടുക്കുമ്പോൾ തന്നെ അറിയാം, റിയൽ ഉണ്ട്, ഐഡിയൽ ഉണ്ട്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഉണ്ട്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് നോക്കിക്കേ. ഇഫ് ദ ഷിയർ സ്ട്രെസ് ടോ ആൻഡ് ഷിയർ റേറ്റ് du/dy റിലേഷൻഷിപ്പ് ഓഫ് ദ മെറ്റീരിയൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഈ ടോ എന്ന് പറയുന്നത് y ആക്സിസിലാണ്. അപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന വരയ്ക്കാം. y ആക്സിസിലാണ് എന്ത് വരുന്നതെന്ന് പറഞ്ഞു, ഷിയർ സ്ട്രെസ് വരുന്നത് y ആക്സിസിൽ. അടുത്ത് du/dy വരുന്നതെന്ന് പറയുമ്പോൾ x ആക്സിസിലാണെന്ന് പറഞ്ഞു. നോർമലി du/dy എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വിസ്കോസിറ്റി കാണത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിൽ കോയിൻസൈഡ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കാണത്തില്ല, വിസ്കോസിറ്റി കാണില്ല. അപ്പോൾ വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ഷിയർ സ്ട്രെസ് വരുന്ന എന്ന് വെച്ചാൽ ഈ ടോ y ആക്സിസിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സിന് കോയിൻസൈഡ് ആയിട്ടാണ് നമ്മുടെ ഗ്രാഫ് വരുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബോഡി റിജിഡ് ബോഡി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഐഡിയൽ ഫ്ലൂയിഡ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം എക്സ് ആക്സിസിലല്ലേ, അതും പോസിറ്റീവായിട്ടുള്ള എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും, ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇനി അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നതിൽ ഫസ്റ്റ് വൺ, ദ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു ദ എക്സ് ആക്സിസ്. വേറൊന്നുമല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നുള്ള കണ്ടീഷനാണ്. ഇത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. വിസ്കോസിറ്റിയൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ, എ കർവ്ഡ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പം ഈ ഒറിജിനൽ കൂടെ ഒരു കർവ്ഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നല്ല, ഞാൻ രണ്ടെണ്ണം വരയ്ക്കുന്നുണ്ട്. ഞാൻ താഴെ വരച്ചതെന്ന് വെച്ചാൽ ഡൈലാറ്റൻ്റ് ആണ്. ഓക്കെ, ഡൈലാറ്റൻ്റ് മുകളിൽ വരച്ചതെന്ന് വെച്ചാൽ സ്യൂഡോ പ്ലാസ്റ്റിക്. ഇതിൻ്റെ ടൈപ്സ് ആണ്, നോൺ ന്യൂട്ടോണിയൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഡൈലാറ്റൻ്റും ഉണ്ട്, സ്യൂഡോ പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇനി ഒറിജിനൽ ടച്ച് ചെയ്യാതെ വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന വേറൊരു ടൈപ്പ് ഫ്ലൂയിഡ് ഉണ്ട്. ഇതിന് ബിംഗം പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിംഗം പ്ലാസ്റ്റിക്, പക്ഷേ അത് ഒറിജിനൽ ടച്ച് ചെയ്തിട്ടല്ല, പക്ഷേ വിസ്കോസിറ്റി സെയിം തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഡൈലാറ്റൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് താഴോട്ടേക്ക് പോകുന്ന അനുസരിച്ച് സ്റ്റീപ്പർ കൂടും. സോ വിസ്കോസിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈലാറ്റൻറ്റിന് നമ്മൾ ഷിയർ തിന്നിങ് ലിക്വിഡ് എന്ന് വേണമെങ്കിലും പറയാം. ഈ മേലിലോട്ട് പോകുന്ന അനുസരിച്ച് ഫ്ലാറ്ററായിട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഷിയർ തിന്നിങ് എന്നും നമ്മൾ പറയാറുണ്ട്. വിസ്കോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് അറിയാം. ചിലപ്പം ഇതിൽ നമുക്ക് റിയൽ ഫ്ലൂയിഡിൻ്റെ കാര്യം ചോദിച്ചു, ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കാര്യം ചോദിച്ചു എങ്കിൽ ചിലപ്പോൾ അടുത്ത ഡൈലാറ്റൻ്റോ സ്യൂഡോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ്റെയൊക്കെ ഗ്രാഫ് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ടറിക്കൽ ടാങ്ക് ഓഫ് 2 meter diameter is laid with its axis horizontal and filled with water just to its top. The force on one of its end plate is kilonewton. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കുമോ നോക്കാം. സിലിണ്ടറിക്കൽ ടാങ്ക് ആണ്, 2 meter ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ലേ ചെയ്തിരിക്കുന്നത്, ആക്സിസ് ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫുൾ ഇതിൻ്റെ ആക്സിസ് എങ്ങനെ, ഈ ഒരു രീതിയിലല്ലേ ആക്സിസ് വരുന്നത്. അതുപോലെ വാട്ടർ ഫുൾ ഫിൽഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് 2 meter പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 1 meter ആയിരിക്കില്ലേ. ഓക്കെ, അപ്പോൾ അതുകൂടെ നോക്കാം. ഇനി ഇങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെ ചെയ്യാമെന്നാണ്. നമുക്ക് ഫോഴ്സ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് പ്ലേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൽ നമ്മളെ കോമൺ ഇക്വേഷൻ തന്നെയാണ് P = ρ/G(A)h ബാർ. ഇതിൽ h ബാർ ആണ് നമ്മൾ എന്തെടുത്തത്, ഇപ്പോൾ പറഞ്ഞ ഈ 1 meter 2.5 ആണ് നമ്മുടെ h ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സെൻറ്റർ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി ആൻസർ വേണ്ട കിലോന്യൂട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ റോ 1 ആയിട്ടാണ് എടുക്കുന്നത്. G 9.81 അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യാനുള്ള എളുപ്പത്തിന് 9.81 എന്നുള്ളത് 10 ആയിട്ട് എടുത്താലും മതി. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, π/4 ഇൻറ്റു d², d2² ആണ്. ഇൻറ്റു h ബാർ നമ്മൾ പറഞ്ഞു 1 ആണ്. സിമ്പിളായിട്ട് P ആൻസർ നമുക്ക് കിട്ടും. അപ്പം 9.81 ഇൻറ്റു ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമല്ലോ, അപ്പോൾ നമുക്ക് പൈ വരും. 9.81 ഇൻറ്റു 3.14. നമുക്ക് ആൻസർ ഏകദേശ റേഞ്ച് 3.76 ആണ് വരുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ C ആണ്, 13.76.
Next question. A 2 meter diameter penstock pipe carries water under a pressure head of 100 meter. If the wall thickness is 7.5 mm, the tensile stress in the pipe wall in megapascal is. പെൻസ്റ്റോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 2 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വാൾ തിക്നെസ് 7.5 mm ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെൻസ്റ്റോക്കൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത് ഹൂപ്പ് സ്ട്രെസ്സസ് ആണ്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ്സസിൻ്റെ ഫോമുല യൂസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യേണ്ട. PD/2T ആണ് ഹൂപ്പ് സ്ട്രെസ്സ് പറഞ്ഞിരിക്കുന്നത്. ടെൻസൈൽ സ്ട്രെസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടെൻസൈൽ സ്ട്രെസ് ആണ് ഇൻ ദ പൈപ്പ് വാളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ആക്ട് ചെയ്യുന്നത് PD/2T ആയിട്ടുള്ള ഹൂപ്പ് സ്ട്രെസ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? PD/2T. സ്ട്രെസ്സാണ്, ഹൂപ്പ് സ്ട്രെസ്സാണ് പെൻസ്റ്റോക്കിനകത്ത് ഫോം ചെയ്യുന്നത്. സോ P ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. P കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്മുടെ ഇക്വേഷൻ എന്താണ്? ρGH. ഓക്കെ, P = ρGH. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ മീറ്റർ ബേസിസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റോ എന്ത് ചെയ്യുന്നു? മീറ്റർ ബേസിസിൽ തന്നെ എടുക്കുന്നു. 9 എന്ന് വെച്ചാൽ 1000 എന്നല്ല എടുത്തത്, ഞാൻ 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 1 × 9.81 × H നമുക്ക് തന്നിട്ടുണ്ട് 100. സോ നമ്മൾ ചെയ്തു വരുമ്പോൾ 981 എന്നുള്ള രീതിക്കാണ് നമുക്ക് P കിട്ടുന്നത്. ഇനി നേരെ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഫോമിൽ ഇട്ട് കൊടുത്തൂടെ? 981 × 2 / 2 × തിക്നെസ് 7.5 mm ആണ്. ആ തിക്നെസ്സിനെ എനിക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആൻസറാണ് കിട്ടുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, യൂണിറ്റ് എൻ്റെ അടുത്ത് മെഗാപാസ്കലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നേരെ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സോ എനിക്ക് എത്ര ആൻസർ കിട്ടും? 130.8. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 130.5. യൂണിറ്റ് ശ്രദ്ധിക്കുക, മെഗാപാസ്കലിലാണ് വരുന്നത്. നമുക്ക് ആദ്യം എല്ലാം മീറ്ററിലിട്ടാണ് നമ്മൾ ചെയ്തു പോയത്, മീറ്റർ കിലോ ന്യൂട്ടൺ. അപ്പോൾ നേരെ മെഗാപാസ്കലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ അങ്ങനെയാണ് 130.5 ആൻസറായിട്ട് കിട്ടിയത്.